നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മൂട്ടിയും മോഹൻലാലും നമുക്കറിയാം നമ്മുടെ രണ്ട് കണ്ണുകളാണ് എന്നൊക്കെ നമ്മൾ പറയുന്നു. നമ്മൾ നെടുന്തൂണുകളാണ്, ഇതൊക്കെ സംശയമില്ല. മമ്മൂട്ടി മോഹൻലാലും വേണോ കോടികൾ കൊയ്യാൻ അല്ലെങ്കിൽ കോടികൾ വാരാൻ? വേണ്ട എന്നുള്ള ഉദാഹരണമാണ് കഴിഞ്ഞ വർഷങ്ങളൊക്കെ മുതൽ നമുക്ക് കാണുന്നത്. എല്ലാ വർഷങ്ങളും അങ്ങനെയുള്ള ചിത്രങ്ങൾ വരാറുണ്ട്, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്തതാണ്. പക്ഷേ ഈ കോടികൾ എനിക്ക് ഒരു പരിധിവരെ താല്പര്യമില്ല, ഈ കോടികളുടെ കഥകൾ പറയാൻ. പക്ഷെ നമുക്ക് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, സൂപ്പർ സ്റ്റാർഡം അല്ലെങ്കിൽ സ്റ്റാർഡം എന്ന് പറയുന്ന ഒരു കാര്യം യഥാർത്ഥത്തിൽ വേണ്ട. കണ്ടന്റ് മതി ഒരു സിനിമ വിജയിക്കാൻ, ഇഷ്ടപ്പെടാൻ, പ്രത്യേകിച്ചും മലയാളികൾക്ക്. നമുക്കിപ്പോൾ ഒരു വിജയുടെ പടം ഒന്നുമില്ലെങ്കിലൊക്കെ ചിലപ്പോൾ കളക്ഷൻ വാരിക്കോരി കളക്ഷൻ നേടും. പക്ഷേ കണ്ടന്റ് വൈസ് ഒന്നും കാണത്തില്ല, സ്റ്റൈലും കാര്യങ്ങളൊക്കെ കാണത്തുള്ളൂ, രജനീകാന്തിൻ്റെ പടങ്ങളാണെങ്കിൽ പോലും. പക്ഷെ മലയാളികൾ കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. മലയാളികൾ കണ്ടന്റ് നോക്കി ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതൽ പേരും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 2018 സിനിമ. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് മസ്റ്റ് ആയതുകൊണ്ടും നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇമോഷൻസും എല്ലാം നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അതിനകത്തൊരു നായകൻ എന്ന് പറയാൻ പലരും അതിനകത്ത് ടോവിനോ എന്ന് പറയും. ടോവിനോയുണ്ട്, കുഞ്ചാക്കോവനുണ്ട്, ആസിഫ് അലിയുണ്ട്. എല്ലാവർക്കും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെയാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത്. അതിന് ഏറ്റക്കുറിച്ചുകളൊന്നും അങ്ങനെ വലിയ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിന് എല്ലാവരുടെയും ഒരു ചിത്രമാണ് 2018. ഇന്ന ആടെ ഒരു സോളോ ഹിറ്റ് എന്നൊന്നും പറയാൻ 2018 പറ്റില്ല. പക്ഷേ അത് ഇപ്പം നിലവിൽ സ്റ്റിൽ അതാണ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചിത്രം. രണ്ടാമത് നമ്മൾ പറയുമ്പം ഇപ്പം ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ തമിഴ്നാട്ടിലൊക്കെ കളക്ഷൻ, തമിഴ്നാട്ടിലെ സിനിമകളെ പോലും വെല്ലുന്ന കളക്ഷനാണ് മഞ്ഞുമൽ ബോയ്സ് നേടുന്നത്. ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പുലിമുരുകനും ഇപ്പം ബാക്കിയുള്ള റെക്കോർഡെല്ലാം തകർത്തു, ലൂസിഫറും തകർത്തത് മുന്നേറും എന്നുള്ള ഉറപ്പാണ്. ഫൈനൽ ഗ്ലോസ് വരുമ്പം പുലിമുരുകനും നമ്മുടെ ലൂസിഫറും തകർത്ത് എത്രമാത്രം 2018 അടുത്ത് വരും എന്നുള്ളത് ഏകദേശം 170 കോടി എങ്ങാണ്ട് അത് കളക്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായാലും ആ രണ്ടാം സ്ഥാനം എത്തുമെന്ന് ഏകദേശം ഉറപ്പായി മഞ്ഞുമൽ ബോയ്സ്. അന്നേരം ആദ്യത്തെ 2 സിനിമകൾ എടുത്ത് നോക്കുക. 2018 മഞ്ഞുമൽ ബോയ്സിനകത്ത് ആരാണ് നായകൻ? സൗബിനാണെന്ന് ചോദിച്ചാൽ, ശ്രീനാഥ് വാസിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ എല്ലാവരോടും ചേർന്നോ ഈ നേരെ എല്ലാവരോടും ചേർന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക സ്റ്റാർ വാല്യൂ അങ്ങനെയൊന്നും ഇല്ലാത്തവരാണ്. അതെ, മലയാള സിനിമ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് അങ്ങനെയാണ്, കണ്ടന്റ് വൈസാണ് അല്ലേ? നിങ്ങളുടെ കമൻസ് എല്ലാം ഉറപ്പായിട്ട് എഴുതാം. കണ്ടന്റ് വൈസ് നല്ലതാണെങ്കിൽ ഇപ്പം മമ്മൂട്ടി മോഹൻലാൽ ചിത്രങ്ങൾ ഗംഭീരമാകുന്നത് കണ്ടന്റൂടെ നന്നായാൽ. നമ്മളിതിനകത്ത് ഇപ്പം ആലോചിക്കേണ്ടത് പ്രേമലു എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തും ചെറുപ്പക്കാരുണ്ട്, നന്നായിട്ട് ചിരിക്കേണ്ട സിനിമയാണ്. അതും ഭയങ്കര 100 കോടി ക്ലബിനടുത്ത് ഏകദേശം എത്തുന്നുണ്ട്. ഒരു കൊമേഴ്ഷ്യൽ അല്ലെങ്കിലും നല്ലപോലെ എക്സ്പീരിയൻസാണ്, തിയേറ്ററിൽ വാച്ചാണ് അഭിനയിച്ച് തകർത്തേക്കുന്ന സിനിമയുണ്ട്. ഭ്രമയുഗവും കളക്ഷൻ നേടി. ഒരിക്കലും ഇതൊന്നും ഒരു കാലത്ത് കളക്ഷൻ കിട്ടാത്ത സിനിമകളാണ് ഇങ്ങനെയുള്ള സിനിമകളൊന്നും. പക്ഷേ ആൾക്കാരുടെ രീതികൾ മാറി. ആൾക്കാർ സിനിമ OTT എന്ന് വന്നതോടുകൂടി ഇപ്പം ഹോട്ട്സ്റ്റാറിനകത്തും അതുപോലെ തന്നെ നമ്മുടെ നെറ്റ്ഫ്ലിക്സിനകത്തും ആമസോൺ പ്രൈമിനകത്തും അല്ലാതെ കിട്ടുന്ന ചറപറ കാണുന്ന സിനിമകളുടെ എണ്ണം കൂടി. അതിന് ഭാഷ അതിർവരമ്പുകളൊന്നുമില്ല. അതുകൊണ്ട് അവർ കാണുന്ന സങ്കല്പങ്ങളൊക്കെ മാറി എൻ്റർടൈൻ ചെയ്യുക, അല്ലെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആകുക, ഇമോഷണലി കണക്ട് ചെയ്യുക, ചിരിക്കാനാണെങ്കിൽ നല്ലപോലെ ചിരിക്കാൻ, ചുമ്മാ ഉള്ള ചളി അടിക്കാതിരിക്കുക, അങ്ങനെയുള്ള സിനിമകളിലേക്കും. അല്ല ബിഗ് ബഡ്ജറ്റ് സിനിമ ഇവിടെ ഇറക്കി ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ വന്ന് കണ്ടേ പറ്റൂ, ഇങ്ങനെയൊന്നും പറയാൻ ഇല്ല. ആൾക്കാർ തീരുമാനിക്കുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, മഞ്ഞുമൽ ബോയ്സിന് എന്ത് പരസ്യമാണ്. പത്രങ്ങളിൽ പോലും വലിയ പരസ്യങ്ങളില്ല. ഇപ്പോൾ പ്രേമലു ആണെങ്കിലും ഭ്രമയു ആണെങ്കിലും ഇതെല്ലാം ആൾക്കാർ കണ്ടങ്ങ് മൗത്ത് പബ്ലിസിറ്റി അല്ലേ? ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പോകുമ്പോൾ അങ്ങ് പബ്ലിസിറ്റി വിജയിച്ച സിനിമകളാണ് ഇതെല്ലാം. അന്നേരം മമ്മൂട്ടിയും മോഹൻലാലും ഗംഭീര സിനിമകൾ. എൻ്റെ അഭിപ്രായത്തിൽ ഇവർ ചെയ്യേണ്ടത് ഇനി മുതൽ അവർക്ക് ഇഷ്ടമുള്ള സിനിമകൾ തിരഞ്ഞെടുക്കാം. ഇവർ രണ്ടുപേരും കൂടുതലും സെലക്ട് ചെയ്യേണ്ടത്, എൻ്റെ അഭിപ്രായം, പേഴ്സണൽ അഭിപ്രായമാണ്, നിങ്ങൾക്ക് എത്രമാത്രം യോജിക്കുമെന്ന് അറിയത്തില്ല. കൊമേഴ്ഷ്യൽ സിനിമകൾ ഇപ്പോൾ മമ്മൂട്ടി മാറി ഒരുപാട് നേരത്തെ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നാൽ പോലും മമ്മൂട്ടി മോഹൻലാൽ ഒരേപോലെ അവർക്കിഷ്ടമുള്ള അഭിനയ പ്രാധാന്യമുള്ള സിനിമകളോട് ചെയ്താൽ ഗംഭീരമായിരിക്കും. അവരിൽ നിന്ന് ബോക്സ് ഓഫീസ് ഇഷ്ടം പോലെ വിജയങ്ങൾ അവരിൽ നിന്ന് കിട്ടുന്നതാണ്. പക്ഷേ അവരുടെ അഭിനയ പ്രാധാന്യം, വ്യത്യസ്ത സിനിമകൾ, വ്യത്യസ്ത ജോണറിലുള്ള സിനിമകൾ, വ്യത്യസ്ത പ്രമേയങ്ങളുള്ള സിനിമകൾ ആരും തിരഞ്ഞെടുക്കാത്ത അവരാണ് നമുക്ക് മാതൃകയായിട്ട് സിനിമയിൽ കാണിക്കേണ്ടവർ. അങ്ങനെയുള്ള സിനിമകൾ ചെയ്യാൻ മമ്മൂട്ടി ഏകദേശം ആ റൂട്ടിൽ ക്ലിയറായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. മോഹൻലാൽ അങ്ങനെയുള്ള സിനിമകൾ ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞത്. കാരണം വ്യത്യസ്തമായിട്ടുള്ള അഭിനയ പ്രാധാന്യമുള്ള സിനിമകൾ ചെയ്യുമ്പോൾ ഗംഭീരവും നല്ല രസമായിരിക്കും 2024. ഇപ്പോൾ ഈ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ഗംഭീരമായിരിക്കും. കാരണം ഇനി നിങ്ങൾ അങ്ങോട്ട് ആലോചിച്ച് നോക്കുക, ആടുജീവിതം, ഞാൻ ബോക്സ് ഓഫീസ് കോടിക്കലേക്ക് അല്ല പറഞ്ഞത്, എന്നാലും ബ്ലസ്സിയുടെ ആടുജീവിതം പൃഥ്വിരാജിൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും നല്ല സിനിമകളിലൊന്നായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എ ആർ റഹ്മാൻ്റെ മ്യൂസിക്കും ഒക്കെ ആയിട്ട് വരുന്നു. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ
ആവേശം, ഫഹദ് ഫാസിലിൻ്റെ ആവേശം, അതുപോലെ തന്നെ നമ്മുടെ ഗുരുവായൂരപ്പൻ നടയിൽ പൃഥ്വിരാജും ബേസിലൂടെ ഒന്നിക്കുന്ന ചിത്രം. അന്നേരം തന്നെ സ്റ്റാർ വാല്യൂ ഉള്ള മോഹൻലാലിൻ്റെ ബറോസ്, മമ്മൂട്ടിയുടെ ടെർബോ ഒക്കെ ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമകളാണ്. അന്നേരം വർഷങ്ങൾക്ക് മുമ്പ് വിനീത് ശ്രീനിവാസൻ്റെ അതിനകത്ത് യുവനരം മൊത്തമുണ്ട്. നിവിൻ പോളി, പ്രണവ് മോഹൻലാൽ, ബേസിൽ എല്ലാവരും കൂടാണ് ഇതിൻ്റെ സിനിമ. അന്നേരം ഇഷ്ടം പോലെ നല്ല സിനിമകളുള്ള വർഷമായിരിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് 2024. പലപ്പോഴും നമ്മൾ തമിഴ് ഇൻഡസ്ട്രിയും ഒക്കെ നമ്മൾ ഇങ്ങനെ വേണം, തമിഴ് ഇൻഡസ്ട്രിയുടെ കൂട്ട് വേണം. മലയാളത്തിന് എപ്പോഴും പ്രതിഭാശാലികൾ മലയാളത്തിലാണ്. നമുക്കൊരു ലിമിറ്റ് എന്ന് പറയുന്നത് സാമ്പത്തികമാണ്, പിന്നെ തിയേറ്ററുകളാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലോ ബാക്കിയുള്ളിടത്തോ റിലീസ് അല്ലെങ്കിൽ തെലുങ്കിലും റിലീസ് ചെയ്യുന്ന അത്രയും കേന്ദ്രങ്ങളൊന്നും നമുക്ക്, സെൻറ്ററുകളൊന്നും നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ പക്ഷേ അതിർവരുമ്പുകളൊക്കെ കടക്കുന്നു. നമ്മൾ തമിഴ്നാട്ടിൽ കളക്ട് ചെയ്യുന്നു, ബാംഗ്ലൂർ കളക്ട് ചെയ്യുന്നു, GCC കളക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നല്ല സിനിമകളാണെങ്കിൽ എവിടെയും, അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് നോർത്ത് അമേരിക്ക, കാനഡ, UK എല്ലായിടത്തും വാരിക്കൊരു കളക്ട് ചെയ്തു. അന്നേരം എല്ലാവരും മാറി, ലോകം മൊത്തം സിനിമയുടെ രീതികൾ മാറി. അന്നേരം മലയാളികൾ കൂടുതൽ കണ്ടൻറ്റുമായിട്ട് വരുന്നു. അന്നേരം സൂപ്പർ സ്റ്റാർസ് അല്ലെങ്കിൽ മെഗാസ്റ്റാർ എന്ന് പറയുന്നൊരു വ്യത്യസ്തമായ സിനിമകളും കൊണ്ട് അതിശയിപ്പിക്കുക. ബാക്കിയുള്ളവരും അതിൻ്റെ കൂട്ടത്തിൽ ചൂട് പിടിക്കുമ്പോൾ മലയാള സിനിമ എല്ലാം കൊണ്ടും സമ്പൽ സമൃദ്ധമാകും. എന്തായാലും നിങ്ങൾക്ക് വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് കമൻ്റ് ഇടാം. നിങ്ങളുടെ വലിയൊരു കമൻറ്റ്സ് എന്തായാലും കൊടുക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. സൈനിങ് ഓഫ്.